आज विष्णु प्रभाकर का ममता का विषय नामक एकांकी का सारांश मैं बताऊंगी। विष्णु प्रभाकर आधुनिक हिंदी साहित्य के प्रमुख गद्यकार हैं. വിഷ്ണു പ്രഭാകർ ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗദ്യക്കാർ ആണ്. ഗദ്യക്കാർ എന്ന് പറഞ്ഞാൽ ഗദ്യ സാഹിത്യങ്ങൾ എഴുതുന്ന വ്യക്തിയാണ് ഗദ്യക്കാർ എന്ന് പറയുക. അപ്പോൾ അതായത് നാടകം, നോവൽ, സ്റ്റോറി മുതലായവ എഴുതുന്നത് ഗദ്യത്തിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹവും എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. കഹാനി, ഉപന്യാസ്, നാടക്, एकांगी, संस्मरण, बाल साहित्य आदि सभी विधाओं में उन्होंने प्रचुर मात्रा में रचनाएं लिखी हैं. कहानी എന്ന് പറഞ്ഞാൽ കഥ, ഉപന്യാസ് എന്ന് പറഞ്ഞാൽ നോവൽ, നാടക്, ഏകാംഗി എന്ന് പറഞ്ഞാൽ വൺ ആക്ട് പ്ലേ, സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്, ബാലസാഹിത്യ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാഹിത്യങ്ങൾ, ഇങ്ങനെ മുതലായ എല്ലാ വിധയിലും, വിധ എന്ന് പറഞ്ഞാൽ വിഭാഗങ്ങൾ, എല്ലാ വിഭാഗങ്ങളിലും അദ്ദേഹം പ്രചുര മാത്രമേ വളരെ കൂടുതലായിട്ട്, വളരെ കൂടിയ അളവിൽ, അതായത് വളരെ കൂടുതൽ രചനകൾ എഴുതിയിരിക്കുന്നു. ആവാര മസീഹ ഉൻകെ ദ്വാര ലിഖി ഗയി ജീവനി ഹെ. അദ്ദേഹം എഴുതിയ ജീവനിയാണ് ആവാര മസീഹ എന്നത്. ശരത്ചന്ദ്ര ചട്ടോപാധ്യായ് ജീവനി जानने के लिए विष्णु प्रभाकर अनेक जगहों में गए और बंगला भी सीखे. ഈ ആവാര മസീഹ എന്ന് പറഞ്ഞ ജീവനി എന്ന് പറഞ്ഞ ജീവചരിത്രം എന്നാണ്, ബയോഗ്രാഫി. അതിൽ ശരത്ചന്ദ്ര ചട്ടോപാധ്യായയുടെ ജീവചരിത്രം, ജീവിതകഥ അറിയുവാൻ വേണ്ടി വിഷ്ണു പ്രഭാകർ അനേക ജഗഹോം, പല സ്ഥലങ്ങളിലും പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ബംഗാളി ഭാഷ പഠിക്കുകയും ചെയ്തു. जीवनी छपने के साथ साथ विष्णु प्रभाकर की प्रसिद्धि बढ़ गई. ഈ ജീവചരിത്രം എഴുതിയതോടുകൂടിയാണ് വിഷ്ണു പ്രഭാകറിൻ്റെ പ്രസിദ്ധിയും വർദ്ധിച്ചത്. ജീവനി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം, അതായത് ഒരു സാഹിത്യകാരൻ മറ്റൊരു വ്യക്തിയുടെ ജീവചരിത്രം എഴുതുകയാണെങ്കിൽ അതിന് ജീവനി എന്നാണ് പറയുന്നത്. ഇനി സ്വന്തം ജീവിതകഥയാണ് എഴുതുന്നതെങ്കിൽ അതിന് ആത്മകഥ എന്നും പറയുന്നു. പ്രകാശ് और परछाइयाँ, 12 एकांगी, अशोक आदि उनके एकांगी संग्रह हैं. പ്രകാശ്, परछाइयाँ, 12 एकांगी, അശോക് മുതലായവ അദ്ദേഹത്തിൻ്റെ ഏകാംഗികളുടെ വൺ ആക്ട് പ്ലേസിൻ്റെ സംഗ്രഹമാണ്. സംഗ്രഹി എന്ന് പറഞ്ഞാൽ സമാഹാരം. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏകാംഗിയുടെ സമാഹാരങ്ങളാണ്. ममता का विषय नामक एकांगी में अंधा पुत्र स्नेह प्रकट करने वाली माम को चित्रित करते हैं. മമതാ ക വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഏകാംഗിയിൽ അന്ധപുത്രസ്നേഹ, അന്ധമായ പുത്രസ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു അമ്മയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മമത എന്ന് പറഞ്ഞാൽ എൻ്റേത് എൻ്റെ എന്നുള്ള ഭാവം, അതായത് മമത. അപ്പം മമതാ ക വിഷയം എന്ന് പറഞ്ഞാൽ മമതയുടെ വിഷയം. സുശീൽ ഇസ് ഏകാംഗി കാ മുഖ്യ പാത്ര ഹെ. ഈ ഏകാംഗിയിലെ മുഖ്യ കഥാപാത്രമാണ് സുശീൽ. വ് കോളേജ് മേ പഠിത്താ ഹെ. അവൻ കോളേജിൽ പഠിക്കുകയാണ്. വ് ഏക് ഡോക്ടർ ബനിന ചാഹത്താ ഹെ. അവൻ ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ വ് 3 മഹീനെ സെ ബുഖാർ മേ പടുക്കർ സേജ് പർ ലേട്ട് രഹാ ഹെ. പക്ഷേ എങ്കിലും ഇവൻ 3 മാസങ്ങളായിട്ട് ബുഖാർ എന്ന് പറഞ്ഞ ഫീവർ, പനി പിടിച്ചിട്ട് കിടക്കയിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കിടക്കയിൽ തന്നെയാണ്. കഭി കഭി ബുഖാർ ഉത്തർത്താ ഹെ ലേക്കിൻ ഫിർ ചടി ജാത്താ ഹെ. ഇടക്കിടക്ക് പനി താഴുകയും, ഉത്തർന എന്ന് പറഞ്ഞ വേർഡ് മീന് ഇറങ്ങുക എന്നാണ്. അതായത് പനി താഴുകയും പിന്നീട് പനി കൂടുകയും ചെയ്യുന്നു. ഡോക്ടർ കെ ഇലാജ് സെ ബി ബുഖാർ പൂരി തര നെഹി ഉത്തർത്താം. ഡോക്ടറിൻ്റെ ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സ. ഡോക്ടർ ചികിത്സിച്ചിട്ട് പോലും പനി മുഴുവനായും പൂർണ്ണമായിട്ടും മാറുന്നില്ല. सुशील बुखार उतरने पर कॉलेज में जाकर पढ़ाई जारी करना चाहता है. സുശീൽ പനി താണു കഴിഞ്ഞാൽ കോളേജിൽ പോയിട്ട് പഠിത്തം ജാരീകരണ എന്ന് പറഞ്ഞാൽ തുടരുക, പഠിത്തം തുടരുവാനാണ് ആഗ്രഹിക്കുന്നത്. वो पिताजी को भेजकर कॉलेज का फीस अदा करने की आशा प्रकट करता है. അവൻ പിതാജിയെ അയച്ചിട്ട് കോളേജിലെ ഫീസ് ഒടുക്കുവാൻ വേണ്ടിയും ആഗ്രഹിക്കുന്നു. അദാ കർണ എന്ന് പറഞ്ഞാൽ റെമിറ്റ് ചെയ്യുക. वो डॉक्टर बनकर देश की सेवा करना चाहता है. അവൻ ഡോക്ടറായിട്ട് ദേശത്തെ സേവിക്കുക, ദേശസേവനം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്.
ഉസ്കാ വിചാർ ഹേ കി ആസ്പാസ് മേം ഡോക്ടർ വിരളേ ഹി ഹെ. അവൻ്റെ ചിന്തയാണ് അടുത്തൊന്നും ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ കുറച്ച് വിരളമായിട്ടേ ഉള്ളൂ. ഐസി സ്ഥിതി മേ ദേശ് കി ഉന്നതി നഹി ഹോ സക്തി. അപ്പോൾ ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ ദേശത്തിൻ്റെ ഉന്നതി എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ പുരോഗതി ഉണ്ടാവുകയില്ല. വഹി തോ ദേശി ഹെ. അവൻ പറയുകയാണ് അവൻ തന്നെയാണ് ദേശം. വ ദേശ് കർത്തവ്യ और മാനവതാ की രട്ട് ലഗായെ രഹിതാ ഹെ. അവൻ ദേശത്തെക്കുറിച്ചിട്ടും അവൻ്റെ കർത്തവ്യത്തെക്കുറിച്ചിട്ടും മനുഷ്യത്വത്തെക്കുറിച്ചും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. രട്ട് ലഗാന എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക, വീണ്ടും വീണ്ടും പറയുക, ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇസി രട്ട് ലഗായെ ഹുവേ ഉസ്കെ സാരേ ഭായി ചലേഗേ. ഇതേപോലെ ദേശത്തെക്കുറിച്ചിട്ടും ദേശപ്രേമത്തെക്കുറിച്ചിട്ടും തൻ്റെ കർത്തവ്യത്തെക്കുറിച്ചിട്ടുമൊക്കെ ഇങ്ങനെ ഉരുവിട്ട് കൊണ്ടു തന്നെയാണ് അവൻ്റെ മറ്റു സഹോദരന്മാരൊക്കെ, മുഴുവൻ സഹോദരന്മാരും പോയത്. സുശീൽ കി മാം കെ 14 ബേട്ടെ ഹുയേത്തെ. സുശീലിൻ്റെ അമ്മക്ക് 14 പുത്രന്മാർ ഉണ്ടായിരുന്നു. 7 ബേട്ടെ ബച്ചപ്പൻ മേ മർഗേ. 7 പുത്രന്മാർ ബച്ചപ്പനിൽ തന്നെ, കുട്ടിക്കാലത്തു തന്നെ മരിച്ചുപോയി. 3 ബഡേ ഹോക്കർ ബം പാർട്ടി മേ ഷാമിൽ ഹോഗേ. 3 പേർ വലുതായിട്ട് അവർ ബം പാർട്ടി എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിൽ ചേർന്നു, തീവ്രവാദിയായിട്ട് മാറി. 2 വിദേശ് മേ ഗേ. 2 പേർ വിദേശത്ത് പോയി. ഏക് തോ വിവാഹ് കെ ദിൻ ഭാഗ് ഗയ. ഒരാൾ വിവാഹ ദിവസം ഓടിപ്പോവുകയും ചെയ്തു. അർത്ഥാത് 13 ബേട്ടെ മാം കോ ചോടുകർ ചലേഗയും. അവരുടെ 13 പുത്രന്മാരും അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി. ഉൻകാ കഹനാ ഹേ കി മാം സേ ബഡ്കർ ദേശ് ഹി ബഡി മാം ഹെ. അവൻ പറയുകയാണ് മാംസേ ബഡ്കർ, അമ്മയെക്കാളും വലുതായിട്ട് ദേശമാണ് എൻ്റെ വലിയ അമ്മ എന്നാണ് പറയുന്നത്. വ ബഡി മാം ഹം സബ്കി മാം ഹെ. ആ വലിയ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. അബ് സിർഫ് സുശീൽ ബീമാർ ഹോക്കർ മാം കെ പാസ് രഹത്താ ഹെ. ഇപ്പോൾ സുശീൽ മാത്രമാണ് രോഗിയായിട്ട്, ബീമാർ എന്ന് പറഞ്ഞ രോഗിയായിട്ട് അമ്മയുടെ അടുത്ത് കഴിയുന്നത്. സുശീൽ കോ ചൗഥി ബാർ ബുഖാർ ചढ़ा है. ഇപ്പോൾ അവന് 4ാമത്തെ പ്രാവശ്യവും പനി പിടിച്ചിരിക്കുകയാണ്. ഇലാജ് കർണേ കെ ലിയെ ഡോക്ടർ ആയ. ഇലാജ് കർണ എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുവാൻ വേണ്ടി ഡോക്ടർ വന്നു. ഇസ് ബാർ മലേറിയ ഹെ. ഈ പ്രാവശ്യം അവന് പനി പിടിച്ചത് മലേറിയ കാരണമാണ്. അവൻ്റെ അസുഖം മലേറിയയാണ്. ബുഖാർ ഉത്തർനേമേ 4-5 ദിൻ ലഗേങ്കെ. ഇപ്പോൾ പനി കുറയുവാൻ വേണ്ടി 4-5 ദിവസം എടുക്കും. ഉസ്കി കംസോരി ബിടുത്തി ഹെ. അവൻ്റെ കംസോരി എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്, അവൻ്റെ ക്ഷീണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിർ ബി ഉസ്കി ഇച്ഛാശക്തി ഉസ്കി രക്ഷാ കർത്തി ഹെ. എങ്കിലും അവൻ്റെ ഇച്ഛാശക്തി, വിൽ പവറാണ് അവനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. डॉक्टर के मन में सुशील को बार बार बुखार आने में कुछ शंकाएं होती हैं. അപ്പോൾ ആണ് ഡോക്ടറിൻ്റെ മനസ്സിൽ സുശീലിനെ വീണ്ടും വീണ്ടും പനി വരുന്നതിനെ കുറിച്ചിട്ട് കുറച്ച് സംശയങ്ങൾ ഉണ്ടാകുന്നു. എത്ര ചികിത്സിച്ചിട്ടും അവന് വീണ്ടും വീണ്ടും പനി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഡോക്ടറുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ തുടങ്ങി. दूसरे डॉक्टरों को दिखाने के लिए उसे कहीं दूर भेजने के बारे में डॉक्टर कहते हैं. മറ്റു ഡോക്ടർമാരെ കാണിക്കുവാൻ വേണ്ടി അവന് മറ്റെവിടെയെങ്കിലും അയക്കണം എന്നതിനെക്കുറിച്ചിട്ടും ഡോക്ടർ പറയുന്നു. गरीब होने पर भी बेटे के लिए डॉक्टर के निर्देशानुसार सब कुछ करने के लिए पिता तैयार हो जाते हैं. ഗരീബ് ആയിക്കോട്ടെ, ഗരീബ് എന്ന് പറഞ്ഞാൽ പുവർ, ദരിദ്രനാണെങ്കിൽ പോലും ബേട്ടയ്ക്ക് വേണ്ടി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം എല്ലാം ചെയ്യുവാൻ വേണ്ടി പിത തയ്യാറാകുന്നു. രാത് കോ സുശീൽ കോ സൂയി ലഗാനെ കെ ലിയെ ഡോക്ടർ ആയ. രാത്രിയായി. അപ്പോൾ രാത്രിയായപ്പോൾ സുശീലിനെ സൂയി ലഗാന എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ വെക്കുക, സൂചി വെക്കുക. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുവാൻ വേണ്ടി ഡോക്ടർ വന്നു. ഉസ്കെ മാം ബാപ്പ് ബഡേ പാബന്ദ് ഹെ. അവൻ്റെ മാം ബാപ്പ്, അച്ഛനും അമ്മയും വളരെ പാബന്ദ് എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയുള്ളവരാണ്. ഉനോനെ കുച്ച് ബദ് പർഹേജി നെഹിംകി. അവർ ബദ് പർഹേജി എന്ന് പറഞ്ഞാൽ, പർഹേജി എന്ന് പറഞ്ഞാൽ പഥ്യം എന്നാണ്. അപ്പോൾ
ഓരോരോ മരുന്ന് കഴിക്കുമ്പോൾ ആയുർവേദ മരുന്നൊക്കെ കഴിക്കുമ്പോഴും മത്സ്യം കൂട്ടാൻ പാടില്ല എന്നത് ഒരു പഥ്യമാണ്. അതുപോലെ ഇവിടെ ബദ് പർഹേജി എന്നാണ് വീട്. അപ്പോൾ ബദ് പർഹേജി എന്ന് പറഞ്ഞാൽ പഥ്യം തെറ്റിക്കുകൾ, അതായത് പഥ്യക്കേട് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പഥ്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാറുണ്ട്. സുശീൽ കാ പഹര ലഗ് ദേനെ കെ ലിയെ ഡോക്ടർ സ്വയം തയ്യാർ ഹോ ജാത്തെ ഹം. സുശീലിനെ പഹര ദേന എന്ന് പറഞ്ഞാൽ കാവൽ നിൽക്കുക എന്നാണ്, അതായത് നിരീക്ഷിക്കുക. സുശീലിനെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഡോക്ടർ സ്വയം തയ്യാറാകുന്നു. रात भर भारी भारी से डॉक्टर और पिताजी ने उसके निरीक्षण करने का तय किया. രാത്രി മുഴുവനും ഭാരി ഭാരീസെ എന്ന് പറഞ്ഞാൽ ടേൺ അനുസരിച്ചിട്ട് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഡോക്ടർ നിരീക്ഷിക്കും, അതിനുശേഷം ഇത്ര മുതൽ ഇത്ര വരെ പിതാജി നിരീക്ഷിക്കും. ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ ടേൺ അനുസരിച്ചിട്ട് ഡോക്ടറും പിതാജിയും നിരീക്ഷിക്കുവാൻ വേണ്ടി തൈ കർണ എന്ന് പറഞ്ഞ തീരുമാനിക്കുക. അപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചു. रोगी के कमरे के निकट का कमरा डॉक्टर को निरीक्षण करने के लिए प्रबंध किया गया. രോഗിയുടെ കമര എന്ന് പറഞ്ഞാൽ റൂം, രോഗിയുടെ റൂമിൻ്റെ നിക്കട് എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെയുള്ള കമരയാണ് ഡോക്ടറിനെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഏർപ്പാടാക്കി കൊടുത്തത്. പ്രബന്ധ കർണ എന്ന് പറഞ്ഞാൽ ഏർപ്പാട് ചെയ്യുക. ജിസ്കോ उस पर दृष्टि रखने के लिए खिड़की और दरवाज़ा चाहिए. ഈ റൂമിൽ നിന്നുകൊണ്ട് ആ രോഗിയെ നോക്കുവാൻ നിരീക്ഷിക്കുവാനുള്ള ഖിടുക്കി എന്ന് പറഞ്ഞാൽ ജനൽ, അതുപോലെ തന്നെ ദർവാസ ഡോറും ജനലും ഒക്കെയുള്ള ഒരു റൂമാണ് ഏർപ്പാടാക്കിയത്. ഈ ബാത് മാംസേ ബി നഹിം കഹന ചാഹിയെ. ഈ കാര്യം ഡോക്ടർ ഇവിടെ നിരീക്ഷിക്കുന്നു എന്നുള്ള കാര്യം അമ്മയോട് പോലും പറയാൻ പാടില്ല. സുശീൽ കെ കമരേ മേ ദിയേ കാ ധുന്ധലാ പ്രകാശ് ഫൈൽ രഹാ ഹെ. സുശീലിൻ്റെ റൂമിൽ ദീപത്തിൻ്റെ ദിയ എന്ന് പറഞ്ഞാൽ ദീപത്തിൻ്റെ ധുന്ധലാ പ്രകാശ്, ധുന്ധല എന്ന് പറഞ്ഞാൽ ദീപത്തിൻ്റെ മങ്ങിയ പ്രകാശം പരന്നു കിടക്കുകയാണ്. രാത് കോ ലഗ്ഭഗ് 2 ബജ് ഗേ. രാത്രി സമയം ഏകദേശം ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണി ആയി. थोड़ी देर बाद डॉक्टर ने देखा कि सुशील की मां छायामूर्ति के समान बेटे के पास आकर कपड़े ठीक कर देती है, मुख को चूम लेती है, उसकी चादर उतार डाली, फिर खिड़की खोल दी, दवा की शीशी उठाकर कॉर्क खोल दिया और दवा चिलमची में उलट दी. അപ്പോൾ അതിനുശേഷം എന്തുണ്ടായി നോക്കാം. തോടി ദേർ ബാദ്, അല്പസമയത്തിന് ശേഷം ഡോക്ടർ കണ്ടു. എന്താണ് കണ്ടത്? സുശീൽ കി മാം ഛായാമൂർത്തി കെ സമാൻ ബേട്ടെ കെ പാസ് ആകർ കപ്പടെ ടീക്ക് കർ ദേത്തി ഹെ. സുശീലിൻ്റെ അമ്മ ഛായാമൂർത്തി എന്ന് പറഞ്ഞാൽ നിഴൽ രൂപം, ഒരു നിഴൽ പോലെ ബേട്ടയുടെ അടുത്തേക്ക് വരുന്നു. വന്നിട്ട് കപ്പട ശരിയാക്കി കൊടുക്കുന്നു, വസ്ത്രമൊക്കെ ശരിയാക്കി കൊടുക്കുന്നു. മുഖ് കോ ചൂം ലേത്തി ഹെ. മുഖത്ത് ചൂമിന എന്ന് പറഞ്ഞാൽ ചുംബിക്കുക, മുഖത്ത് ഒന്ന് ചുംബിക്കുന്നു. ഉസ്കി ചാദർ ഉതാർ ഡാലി, അവൻ്റെ പുതപ്പ് നീക്കിക്കൊടുക്കുന്നു. ഖിടുക്കി ഖോൽദി, ജനൽ തുറന്നു കൊടുത്തു. ദവാക്കി ശീശി ഉടാക്കർ കോർക്ക് ഖോൽദിയ, അതായത് ദവ എന്ന് പറഞ്ഞാൽ മെഡിസിൻ, ശീശി എന്ന് പറഞ്ഞാൽ ബോട്ടിൽ. അപ്പം മരുന്നിൻ്റെ ബോട്ടിലെടുത്ത് കോർക്ക് തുറന്നു കൊടുത്തു. അവർ ദവ ചിൽമച്ചി മേം ഉലട്ട് ദീ. മെഡിസിൻ എടുത്തു. ചിൽമച്ചി എന്ന് പറഞ്ഞാൽ വാഷ് ബേസിനിൽ കമിഴ്ത്തി കളഞ്ഞു. സുശീൽ കെ പിതാ और ഡോക്ടർ ഉസ്കെ കമരേ മേ പഹുഞ്ചത്തെ ഹം. അപ്പോൾ ഈ സമയത്താണ് സുശീലിൻ്റെ പിതാവും ഡോക്ടറും സുശീലിൻ്റെ റൂമിലേക്ക് എത്തുന്നത്. പഹുഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തുക. തബ് മാം സൂർ സെ ചീക്ക് കൊടുത്തി ഹെ. അപ്പോഴും മാം ഉറക്കെ നിലവിളിക്കുന്നു. അകലേക്ഷണ് ബേഹോശി മേ ബഡ്ബഡാത്തി ഹെ. അടുത്ത നിമിഷം തന്നെ ബേഹോശി എന്ന് പറഞ്ഞ അബോധാവസ്ഥ, അൺകോൺഷ്യസ്നെസ്. അപ്പോൾ അൺകോൺഷ്യസ്നെസ് ആവുകയും അങ്ങനെ അബോധാവസ്ഥയിൽ അവർ ബഡ്ബഡാത്തി ഹെ. ബഡ്ബഡാന എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക, ഇങ്ങനെ പിറുപിറുക്കുകയാണ്. എന്താണ് പിറുപിറുക്കുന്നതെന്ന് ഇനി പറയുന്നത്. ബഡ്ബഡാത്തി ഹേക്ക് സുശീൽ അച്ഛാ ഹോ രഹാ ഹെ, वो अच्छा हो जाएगा, अच्छा होकर कॉलेज जाएगा, डॉक्टर बनेगा और उसके बाद माँ को छोड़कर कहीं जाएगा, वो फिर नहीं लौटेगा.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമ്മ പിറുപിറുത്ത്. എന്താണെന്ന് നോക്കാം. സുശീൽ അച്ഛാ ഹോ രഹാ ഹെ. സുശീൽ നല്ലതായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അവൻ്റെ അസുഖമൊക്കെ ഭേദമായി അവൻ നല്ലതായിക്കൊണ്ടിരിക്കുകയാണ്. വ് അച്ഛാ ഹോ ജായേഗ. ഇനിയും അവൻ നല്ലതാകും. അച്ഛാ ഹോക്കർ കോളേജ് ജായേഗ. അവൻ്റെ ആരോഗ്യമൊക്കെ നല്ലതായിട്ട് അവൻ കോളേജിൽ പോകും, ഡോക്ടറാകും. അതിനുശേഷം അമ്മയെ വിട്ടുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. വ് ഫിർ നെഹി ലൗട്ടേഗ. അവൻ വീണ്ടും തിരിച്ചു വരികയില്ല. മറ്റു മക്കളൊക്കെ പോയതുപോലെ ഇവനും സുശീലും എങ്ങോട്ടെങ്കിലും പോകും എന്നതാണ് അമ്മ പിറുപിറുത്ത് കൊണ്ട് പറഞ്ഞത്. इसलिए सुशील को न जाने देने के लिए माँ ने इस प्रकार किया है. അതുകൊണ്ടാണ് സുശീലിൻ്റെ അമ്മ പോകാൻ അനുവദിക്കാതെ, സുശീലിനെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. अनजान में माम अपने हाथों से बेटे की हत्या कर रही है. അതുകൊണ്ട് അൻജാൻമേം, അൻജാൻ എന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെ അമ്മ തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് മകനെ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമതാനെ ഉസേ പാഗൽ ബനാദിയാ ഹെ. മമത, എൻ്റേത് എന്നുള്ള ഒരു ഭാവം, അത് ആ മമതയാണ് അവളെ ഭ്രാന്തിയാക്കിയിരിക്കുന്നത്. പാഗൽ ബനാന എന്ന് പറഞ്ഞാൽ ഭ്രാന്തിയാക്കുക. വ് അപ്പിനെ ബേട്ടേക്കോ കേവൽ അപ്പിനാ സമജത്തി ഹെ. അവൾ തൻ്റെ മകനെ സ്വന്തം, എൻ്റേത് മാത്രം എന്ന് കരുതുന്നു. ഹമേശ ബേട്ട ഉസ്കെ പാസ് രഹിന ചാഹത്തി ഹെ. എപ്പോഴും മകൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നും ആഗ്രഹിക്കുന്നു. യഹി സ്വാർത്ഥത ഹെ. ഇതാണ് സ്വാർത്ഥത. യഹി മമത കാ വിഷ് ഹെ. ഇതാണ് മമതയുടെ വിഷം. ഇസ് ഏകാംഗി में माम की अत्यधिक ममता के कारण बेटे की बीमारी में पड़े रहने की हालत हुई है, ताकि बेटा हमेशा उसके पास ही रहेगा. ഈ ഏകാംഗിയിൽ അമ്മയുടെ അത്യധികം മമത കാരണം മകൻ്റെ അസുഖം പിടിപെടുന്ന അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ടെന്നാൽ ബേട്ട എപ്പോഴും എൻ്റെ അടുത്തു തന്നെ ഉണ്ടാകും, എൻ്റെ അടുത്തു തന്നെ കഴിയും എന്ന ചിന്തയാണ് അമ്മക്കുണ്ടായിരുന്നത്. അത്യധിക് മമത ദിഖാന മാരക വിഷ് കെ സമാൻ ബൻ ജാത്ത ഹെ. അത്യധിക സ്നേഹം, അത്യധികം മമത കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് മാരക വിഷ പോലെയായി മാറുന്നു. ബേഹദ് മമത ദിഖാന ഠീക്ക് നഹീം ഹെ. അതുകൊണ്ട് ഹദ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എന്നാണ്. ബേഹദ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ്, അത്യധികം മമത കാണിക്കുക ശരിയല്ല. യഹി ഏകാംഗികാർ കാ സന്ദേശിഹെ. ഇതാണ് ഏകാംഗികാർ തരുന്ന സന്ദേശം.